ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ശക്തികുളങ്ങര ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ഇന്ന് 41 അതിൻ്റേതായിട്ട് പോകും. ശക്തികുളങ്ങര ക്ഷേത്രത്തിലെത്തി 41 മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു വണ്ടി വെച്ചിട്ട്. നമ്മുടെ ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ 41 മഹോത്സവത്തോടനുബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കളികളാണ്. ചൂട്ട് കെട്ടിയൊരു കളിയുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കാണാൻ വേണ്ടി വണ്ടിയിൽ ആക്റ്റീവയിലാണ് പോയത്. വണ്ടി ഇറക്കി വെച്ചിട്ട് ഞാനും മൂത്ത മോനും ആദ്യക്കുട്ടനോടാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ ഞാൻ ആ ഫ്രണ്ടിലത്തെ ലൈറ്റും വെട്ടവും എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. ശക്തികുളങ്ങര കൊല്ലത്തുള്ള ശക്തികുളങ്ങരക്കാർക്കും കാവനാടുകാർക്കും മുളങ്കടക്കാർക്കൊക്കെ അറിയാം അടുത്ത ഈ ചൂട്ട് കെട്ടിയുള്ള കളി. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണ്ടേ. എന്നിട്ട് അറിഞ്ഞുകൊണ്ടാണ് എനിക്കതെല്ലാം അറിയാമെന്നുള്ള ഗെയിം നടക്കുന്നത്. നല്ല ശീലമല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് കാണാൻ വേണ്ടിയാണ് ഇത്ര ആൾക്കാരോട് കൂടി നിൽക്കുന്നത് തന്നെ. നമുക്കിനി അമ്പലത്തിലെല്ലാം തൊഴുതിട്ടൊക്കെ വരാം. അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടും. ഈ ചൂട്ടും കൊണ്ടുള്ള കളിയുണ്ടല്ലോ, അത് വരും. അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് ഖജനയാണ് ഈ ആകാശത്ത് പോയി പൊട്ടുന്ന പടക്കമില്ലേ, ആകാശവിസ്മയം എന്നൊക്കെ പറയാം. ഞാൻ ആദ്യം അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് നിന്നത്. അങ്ങനെ അവിടെ നിന്ന് ഈ കമ്മ്യൂണിറ്റി ഓഫീസിലെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്ക്, ഫോണും കൊണ്ട് നിൽക്കണമെന്ന് എടുത്ത് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും അമ്മയും മൂത്ത മോനും ഇളയ മോനും എല്ലാവരുമായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ വേറെ വണ്ടിയിലാണ്, നമ്മൾ വേറെ വണ്ടി, രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നത്. അതിന് ആകാശവിസ്മയം കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് നല്ല രസമുണ്ട്. അതിൻ്റെയൊക്കെ പൊട്ടുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാച്ചമ്മനാണ് നമ്മുടെ ശക്തികുളങ്ങര ക്ഷേത്രത്തിലിരിക്കുന്നത്. നമ്മളെല്ലാം കുഞ്ഞാച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. അയ്യപ്പ ക്ഷേത്രമാണ്, പക്ഷെ നമ്മൾ കുഞ്ഞാച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. ദിവസം പ്രത്യേകം തന്നെ 41 2 വെള്ള കുതിര എല്ലാം വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ക്യൂവിൽ നിൽക്കുകയാണ്. ഇത് ഇളയാൾ തന്നെയാണ്. നല്ല ക്യൂ ഉണ്ടാകുന്നുണ്ട്. ക്യൂവിൽ നിന്നാണ് അകത്ത് കയറി തൊഴുന്നത്. അകത്ത് കയറി തൊഴുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തുള്ള വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. അതായത് നമ്മൾ ക്യൂ നിൽക്കുന്നെങ്കിലും നമുക്ക് ആകാശത്തിലിങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. കമ്പം വിടുന്നത് കാണാം. പിന്നെ അത് അവിടെ ഉറക്കം വെക്കും. പിന്നെ അത് നമ്മൾ അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോയിലെടുത്ത് പിള്ളേർക്ക് കാണിച്ചു കൊടുത്ത്. കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് അകത്ത് കയറിയത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. 2 സൈഡിൽ കൂടെയാണ് ക്യൂ. നമ്മുടെയൊക്കെ അടുത്തുള്ള അമ്പലങ്ങൾ ഉത്സവം അങ്ങ് പോയിട്ടില്ലല്ലേ, ഒരു സന്തോഷം എടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ സമയം നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അകത്തേറി തൊഴുതത്. എന്തെന്നില്ലാത്തൊരു സംതൃപ്തി ഉണ്ടായിരുന്നു അയ്യപ്പനെ കൊണ്ട് തൊഴുതപ്പം. അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ്. നമ്മളെല്ലാവരും വിളിക്കുന്ന കുഞ്ഞാച്ചമ്മ എന്നാണ്. ഇനിയിപ്പോഴത്തെ ഉത്സവം വരാൻ പോവുകയാണ്. പിന്നെ ഇത് ആനയ്ക്ക് ഒക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, പിന്നെ അതൊക്കെ പേരുകളൊക്കെ മറന്നു പോയി. കറക്റ്റായിട്ടൊന്നും പറയാറുണ്ടോ ഇതിനെക്കുറിച്ച് എൻ്റെ പേര് പറയുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാറുണ്ട്. ക്യൂ അങ്ങ് കിടക്കുകയാണ്. നമ്മളിങ്ങ് കിടക്കുകയാണ് അമ്പലത്തിനകത്തോട്ട് ഇരിക്കുകയാണ്. നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ്. നിന്ന് കുറേ സമയം എടുത്തതിന് ശേഷമാണ് കുഞ്ഞാച്ചമ്മനെ കണ്ട് തൊഴുതിറങ്ങിയതൊക്കെ. നമുക്ക് ഇതെല്ലാം തൊഴുതിറങ്ങുന്ന ആൾക്കാരാണ്. പിന്നെ അടുത്ത സൈഡിലെല്ലാം മരത്തിനകത്തൊക്കെ ലൈറ്റിട്ടുണ്ട്. മൂത്തളുടെ കയ്യിൽ വഞ്ചിയിലിടാൻ വേണ്ടി 20 നോട്ട്, ഇളയൊക്കെ ചില്ലറ പൈസ ഉണ്ട്. അപ്പം അമ്മ എനിക്കും പൈസ മീനും പറഞ്ഞുകൊണ്ട് ഇളയാളുണ്ട്. അപ്പം 2 പേരുടെ കയ്യിൽ 20 നോട്ട് കൊടുത്ത്. പിന്നെ അമ്മമാരുടെ കയ്യിൽ നിന്ന് ചില്ലറ പൈസ എൻ്റെ തിരിച്ച് തന്ന അമ്മ വെച്ചു. പിന്നെ നമ്മളകത്തു നിന്നെല്ലാം തൊഴുത് ഇറങ്ങിയതിന് ശേഷം വെളിയിൽ കച്ചേരിയും കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.